ഹലോ ഗൈസ്, കുറേ നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ ഈ വീഡിയോ ഇടുന്നത്. നൈൽ ലൈഫ് സ്റ്റൈൽ വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ് കേട്ടോ. ഈ ചെടികളെല്ലാം മെനയായിട്ടൊന്ന് വെക്കണമെന്ന് എനിക്ക് തോന്നിയേ. ഇത് സിറ്റ് ഔട്ടും അടുക്കളയുടെ മുൻവശവും കൂടിയാണ് കേട്ടോ. അവിടെയാണ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അടുക്കും ചിട്ടയില്ലാതെ കുറേ ചെടികൾ മുറ്റത്ത് നിറയെ ഉണ്ടായിരുന്നേ. അതെല്ലാം ഒന്ന് ചിട്ടയോടെ വെക്കണമെന്ന് എനിക്കൊരാഗ്രഹം. അന്നേരം ഞാൻ ഓർത്തുന്ന ഇവിടെ തന്നെ ചെയ്തേക്കാം, നല്ല ഭംഗിയായിട്ടേ ചെയ്തെടുക്കണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. എനിക്ക് പൂക്കളുള്ള ചെടികളോടാണ് ഒത്തിരി താല്പര്യം. എനിക്ക് അമ്മയാണേലും സഹോദരങ്ങളാണേലും ചെടികൾ കൊണ്ടുത്തരും. പിന്നെ പരിചയക്കാർ കുറേ ചെടികൾ തന്നിട്ടുണ്ട്. ഇതെല്ലാം ചിട്ടയായിട്ടൊന്നുമല്ല വെച്ചിരുന്നത് കേട്ടോ. മുറ്റം നിറയെ ചെടിയുണ്ട്, താനും തൂത്തുവാരാൻ പോലും മേലാത്തൊരു ഇടമില്ല, അതുപോലെ ചെടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണമെന്ന് തോന്നി. ഇതേണ്ടേ ഇവിടെയാണ് ഞാൻ വെക്കുന്നത്. ഈ കമ്പ് കുത്തുന്നുണ്ടല്ലോ, അവിടെ വെളിയിൽ നിന്ന് മഴവെള്ളം വീഴുന്ന ഒരു ഭാഗമാണ് അവിടെ, ആ സൈഡ് രണ്ടുമേ. അപ്പം ആ മഴവെള്ളം വീഴുന്നതിൻ്റെ ഉൾഭാഗത്തോട്ട് വേണം നമുക്ക് ചെടികൾ സെറ്റ് ചെയ്ത് വെക്കാൻ. ഇത് എത്രത്തോളം ശരിയാകുമെന്ന് അറിയത്തില്ല കേട്ടോ, നമുക്ക് നോക്കാം. ഒരു സ്റ്റെപ്പ് ഈ ഭാഗത്ത് വരുവേ, അതിൻ്റെ ഇപ്പുറത്തോട്ട് ചെറിയൊരു സ്റ്റെപ്പും കൂടെ വരും. അങ്ങനെ ചെയ്യത്തക്ക രീതിയിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനായി 3 കമ്പെടുത്ത് നാട്ടിയിട്ട് വേണം കയറ് കെട്ടി. ഈ കയറിനുള്ളിൽ തന്നെ വേണം നമുക്ക് കട്ട കെട്ടാനുള്ളത്. മേസ്തിരി ഒന്നും അല്ലല്ലോ, എന്താണ്ട് കയറ് കെട്ടിയത് ശരിയായിട്ടില്ല. അത് നല്ലപോലെ കയറ് വലിഞ്ഞ് നിൽക്കണം, എന്നാലേ കട്ട ലെവലായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. ഇത് കണ്ടോ, ഇതുപോലെ. ഇനി കട്ട വെക്കേണ്ട ഭാഗം മാത്രം, കയറിൻ്റെ ഉള്ളിലുള്ള ഒരു ഭാഗം, ആ ഭാഗം മാത്രം നമ്മൾ മണ്ണ് കോരി മാറ്റണം. കുറച്ച് മണ്ണ് നമ്മൾ അകത്ത് ഇട്ടേച്ചാൽ മതി. ബാക്കി പുറത്തേക്ക് ഇട്ടിട്ട് നമുക്ക് കട്ട കെട്ടിയതിന് ശേഷം നമുക്ക് ആ മണ്ണെടുത്ത് അകത്തിടാം. ഇത് കണ്ടപ്പോൾ മൂത്ത മകനെ ചെയ്യണമെന്നൊരാഗ്രഹം. അവന് ചെയ്തോട്ടെന്ന് കരുതിയേ. ഇളയ മകനാണ് കേട്ടോ ക്യാമറാമാൻ. ഇത് ഇന്ന് തന്നെ ചെയ്തു തീർക്കാമെന്നാണ് കരുതുന്നത്. എങ്ങനെ ഇരിക്കുമെന്ന് അറിയത്തില്ല. നമ്മൾ തന്നെയാണ് മേസ്തിരി, മൈക്കാട്, കൺട്രോളർ. ഇത് കണ്ടോ, ഇതുപോലെയാണ് നമ്മൾ. ഒത്തിരി ആഴത്തിലെടുക്കണ്ട, ഇത് ചെറിയ ഇതിലെടുത്താൽ മതി. കണ്ടോ, ഇതുപോലെ. ഇനി നമുക്ക് 2.5 ചട്ടി മണലും 1/2 ചട്ടി സിമെൻറ്റും എടുക്കണം. മണലെടുത്തത് ഞാൻ കാണിച്ചില്ല കേട്ടോ, സിമെൻറ്റ് എടുക്കുന്നതാണേ കാണിക്കുന്നത്. ഇതുപോലെ കുറച്ചുകൂടെ എടുക്കണം. ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ. സിമെൻറ്റും മണലും കൂടെ കൂട്ടി നന്നായി ഇളക്കി മിക്സ് ചെയ്ത് നമുക്ക് കൂട്ടി വെക്കണം. ഇനി 1.5 ചട്ടി ചരലോ മെറ്റിലോ ചേർക്കുക. പിന്നെ 1 ചട്ടി പാറപ്പൊടിയും 1/2 ചട്ടി സിമെൻറ്റും കൂടെ ചേർത്ത് നമുക്ക് ഇളക്കിയെടുക്കണം. ഇതെന്തിനാണെന്നറിയാവോ? കട്ട വെക്കുന്നതിന് മുമ്പ് അതിൻ്റെ അടിയിൽ ഇട്ട് വേണം നമുക്ക് സിമെൻറ്റ് ഇട്ട് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് കട്ട വെക്കേണ്ടടുത്ത് നമുക്ക് ഈ മിക്സർ ഇടാം കേട്ടോ. കുറേശ്ശെ കോരിക്കൊണ്ട് വന്ന് നമുക്ക് ചെയ്താൽ മതി. എൻ്റെ കരണ്ടിയാണെങ്കിൽ ചെറുതാണേ, ആ ചെറുതായതുകൊണ്ട് കുറേ സമയം കൊണ്ടാണ് ഞാൻ ഇത് ഇട്ട് തീർത്തത്. എൻ്റെ സമയം നന്നായിട്ട് പോയായിരുന്നു കേട്ടോ. ഇങ്ങനെ ഇട്ട് ലെവലാക്കണേ. ലെവലാക്കിയിട്ട് വേണം അതിൻ്റെ പുറത്ത് നമുക്ക് മറ്റേ സിമെൻറ്റും പറപ്പൊടിയും കൂടെ ഉള്ള മിക്സ് ഇട്ട് നമുക്ക് ലെവൽ ചെയ്യാനായിട്ട്. ഇത് കണ്ടോ, ഇതുപോലെ. ഇത് പാറപ്പൊടി ചേർത്ത മിക്സാണ് കേട്ടോ. അതും ഇതുപോലെ തന്നെ ലെവൽ ചെയ്തെടുക്കാൻ, നമ്മുടെ കട്ട മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇത്രയും ചെയ്ത് വെക്കുന്നത്. അങ്ങനെ ചെയ്യേണ്ട ഭാഗം മുഴുവനും നമുക്ക് ഇതുപോലെ ലെവൽ ചെയ്ത് വെക്കണം കേട്ടോ. എന്നിട്ട് വേണം കട്ട ഒരുമിച്ച് നമുക്ക് ആ കയറിൻ്റെ അതേ ലൈനിൽ തന്നെ നമുക്ക് വെക്കാനായിട്ട്. ഇതുപോലെ കട്ട ഓരോന്നോരോന്നായിട്ട് നമുക്ക് പെറുക്കി വെക്കണം. പെറുക്കി വെച്ച് ഈ കട്ട ആ കയറിന് ലൈനായിട്ട് ലെവലായിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കണം. അങ്ങനെ നോക്കി വേണം വെക്കാൻ. കട്ടയെല്ലാം പെറുക്കി കൂട്ടി വന്നപ്പോഴത്തേക്കിനും സത്യം പറഞ്ഞാൽ ഞാനും മടുത്തായിരുന്നു കേട്ടോ. ഞാനും പിള്ളേരും കൂടെ കൂടിയാണ് ഇതെല്ലായിടത്തു നിന്നും അറേഞ്ച് ചെയ്ത് കട്ടയെല്ലാം ഇവിടെ എത്തിച്ച് വെച്ചത്. അപ്പോഴേക്കും പണി തീർന്നില്ലല്ലോ ഓർത്തപ്പോഴത്തേനും ഭയങ്കര മടുപ്പ് തോന്നിയായിരുന്നു. ഇനിയും കട്ടയുടെ ഇടഭാഗത്ത് സിമെൻറ്റ് നമുക്ക് കുത്തി നിറയ്ക്കാം. കൈകൊണ്ട് ഇടുമ്പം സൂക്ഷിച്ച് വേണം കേട്ടോ, കൈ പൊള്ളാതെ ചെയ്യണം. എൻ്റെ കൈ ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും കൈ കഴുകിയപ്പം എനിക്ക് കയ്യിൽ നല്ലതായിട്ട് പൊള്ളൽ അറിയാനുണ്ടായിരുന്നു കേട്ടോ.
സിമെൻറ്റിലുള്ള പണി ചെയ്യുമ്പോൾ നമ്മൾ കയ്യുറയിട്ട് തന്നെ നമ്മൾ ചെയ്യുക കേട്ടോ. അടുക്കളപ്പണിയൊക്കെ ചെയ്യുന്നതല്ലേ, അപ്പം കൈ പൊള്ളിയിരുന്നാൽ അത് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് എപ്പോഴും കയ്യുറയിട്ട് വേണം ചെയ്യാൻ. ഇവിടെ ഞാനൊരു ചെറിയൊരു സ്റ്റെപ്പ് പോലെ ചെയ്യുന്നുണ്ട്. ഈ ചെറിയ കട്ട കാണുന്നത് ചെറിയ സ്റ്റെപ്പ്. ഇത് വീടിൻ്റെ ഏറ്റവും കാർപോർച്ചിനോട് ചേർന്ന സൈഡാണ്. അവിടെ ഒരു ഇച്ചിരി വലിയ ചട്ടി വെക്കത്തക്ക രീതിയിലുള്ളൊരു സ്റ്റെപ്പാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിനായി ഒരു ചൂടുകട്ടയും കൂടെ നമുക്ക് വെക്കണം. അങ്ങനെ വെച്ചാലേ അത് ആ സ്റ്റെപ്പിൻ്റെ രീതിക്ക് വരത്തുള്ളൂ. അതിന് ഞാനൊരു കട്ടയും കൂടെ വെക്കാനുള്ള പ്ലാനാണേ. അതിൻ്റെ പുറത്ത് ഇനി ഒരു കട്ട വെക്കും. ഇവിടുത്തെ കട്ട പായലുണ്ടേ, ആ പായൽ കുത്തിക്കളഞ്ഞിട്ടാണ് ഇനി ചെയ്യാൻ പോകുന്നത്. എൻ്റെ മനസ്സിൽ കാണുന്ന പോലെ എനിക്ക് ചെയ്യാമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. എത്രത്തോളം ശരിയാകുമെന്നുള്ളത് കണ്ടറിയാം. ഇത് ഒറ്റ ദിവസം കൊണ്ട് ചെയ്തു തീർക്കണമെന്നായിരുന്നു എൻ്റെ പ്ലാന്. ഇതിൻ്റെ ഇടയ്ക്ക് അടുക്കളയിലും പോകുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടേ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇതേണ്ടേ ഇതുപോലെ അടുത്ത സ്റ്റെപ്പിനുള്ള മിക്സാണ് ഈ കൂട്ടി ചെയ്യുന്നത്. അപ്പോഴേക്കും സന്ധ്യ ആകുന്നു. ഇതേണ്ടേ ഇതുപോലെ കുറേശ്ശെ ഇടണം. എൻ്റെ കരണ്ടി ഒരു വലിയ പ്രശ്നമാണ് കേട്ടോ. ഇത് കണ്ടോ, പിന്നെ കുറേശ്ശെ ഇട്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഈ മിക്സ് വെള്ളം വേറെയും പിന്നെ ചരൽ വേറെയായിട്ട് കിടക്കും. അത് മൊത്തം ഇളക്കി ഇട്ട് വേണം നമുക്ക് അതിൻ്റെ അകത്ത് മണ്ണിലോട്ട് നമുക്ക് ഇടാൻ. അല്ലെങ്കിൽ വേറെ ആയിട്ട് കിടക്കും, പെട്ടെന്ന് കട്ട ഇളകി പോകും. ആദ്യം ചെയ്ത പോലെ തന്നെ കയർ കെട്ടി വലിച്ചിട്ട് വേണം ഇത് ഇടാൻ. ഇനി ഇതിൻ്റെ പുറത്ത് നമുക്ക് ചെറിയ ചുടുകട്ടയുടെ ആവശ്യമേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ എന്താ കട്ട അടുക്കി പഴയതുപോലെ തന്നെ സിമെൻറ്റ് ഇടയ്ക്കിട്ട് നമ്മൾ ചെയ്യും. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് 2 സ്റ്റെപ്പ് ചെയ്യാമെന്നല്ലേ പറഞ്ഞിരുന്നത്. പക്ഷേ എനിക്ക് ഒരു ഐഡിയ തോന്നി. ഈ കോണ് ഭാഗത്ത് വേറൊരു ചെറിയൊരു സ്റ്റെപ്പ് കൂടെ ഇട്ട് ഇച്ചിരൂടെ പൊക്കത്തിൽ ഇട്ടിട്ട് നമുക്ക് ചട്ടി വെക്കത്തക്ക രീതിയിൽ, വലിയ ചട്ടി വെക്കത്തക്ക രീതിയിൽ ചെയ്യണമെന്ന് തോന്നി. അത് ഞാൻ എടുക്കാൻ പറ്റിയില്ലേ. ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പം പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയയാണ് കേട്ടോ. അത് ഞാൻ മുൻകൂട്ടി കണ്ട ഒരു കാര്യമല്ലായിരുന്നു. അത് ചെയ്തു വന്നപ്പോഴത്തേക്കിനും ഒത്തിരി ഇരട്ടി കേട്ടോ. ഞങ്ങൾ ട്യൂബിൻ്റെ വെട്ടത്തിലാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇരട്ടിയായിരുന്നു. ഇടയ്ക്ക് കാപ്പി കുടിക്കാനും വിശ്രമിക്കാനും ഒന്ന് പോയത് കാരണം അത്രയും സമയം കൂടെ നമുക്ക് നീണ്ടുപോയി. എന്നിട്ട് ഈ ഒരു വശം ശരിയാക്കി എടുത്ത് ഇനി അടുത്ത വശത്തിലോട്ട് നമുക്ക് പോകാം. ഇത് കണ്ടോ, അവിടെ ഇതുപോലെ തന്നെ ചെയ്ത് നമുക്ക് കട്ട വെക്കണം. ഇത്രയും കാര്യങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് ചെയ്താലേ നമുക്ക് മണ്ണ് നിറച്ച് ഇടാൻ പറ്റുള്ളൂ. മണ്ണ് നിറയ്ക്കുന്നതിന് മുമ്പേ നമുക്ക് വെള്ളം ഒഴിക്കണം കട്ടയിൽ, ഇതെല്ലാം ചെയ്തതിന് ശേഷം. അതുകൊണ്ട് ഞങ്ങൾ അന്ന് രാത്രി കൊണ്ട് പണി തീർക്കാവോന്നാണ് നോക്കിയത്. ഇതെല്ലാം ഈയലാണ് കേട്ടോ ഈ പറക്കുന്നത്. ഇത് സിറ്റ് ഔട്ടിൻ്റെ ഭാഗമാണ് ഈ കട്ട വെക്കുന്നത്. ഒറ്റയ്ക്കുള്ള പണിയാകുമ്പോൾ നമുക്ക് ഒത്തിരി താമസം വരും ഇതെല്ലാം ചെയ്ത് പെറുക്കിയെടുക്കാൻ. ഇത് കണ്ടോ, ഒരേ ലേറി വേണം കേട്ടോ, ഇതുപോലെ ചെയ്യണം. ഇത്രത്തോളം ചെയ്തപ്പോൾ എനിക്കൊരു ആത്മവിശ്വാസമായി, നല്ലതായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതുപോലെ ചട്ടികൾ വെച്ച് നോക്കിയിട്ട് വേണം കേട്ടോ. വലിയ ചട്ടിയാണെങ്കിൽ ആ വലിയ ചട്ടി വെച്ച് നോക്കിയിട്ട് വേണം ആദ്യത്തെ സ്റ്റെപ്പും രണ്ടാമത്തെ സ്റ്റെപ്പും നോക്കി വേണം ചെയ്യാൻ. അത് ചെറിയ ചട്ടിയാണെങ്കിലും അങ്ങനെ വെച്ച് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക. പണി കഴിഞ്ഞപ്പം കുറച്ച് സിമെൻറ്റും മീതി വന്നു. ആ സിമെൻറ്റ് ഞാൻ ഉള്ളിൽ തന്നെ തേച്ചെടുക്കാൻ തുടങ്ങി. നാളെ ആകുമ്പോഴത്തേനും ആ ഭിത്തി നല്ലപോലെ ഉറച്ച് കിട്ടും. അപ്പോഴേക്കും നമുക്ക് വെള്ളം ഒഴിച്ച് നല്ലപോലെ സെറ്റാക്കാം. കരണ്ട് ചെറുതായതുകൊണ്ട് നമുക്ക് തേക്കുന്നതിനും താമസമായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, ഇച്ചിരി സമയം പിടിച്ചു, നമുക്ക് മടുപ്പ് തോന്നി. എങ്ങനെയെങ്കിലും ഈ പണിയൊന്ന് തീർത്താൽ മതിയെന്നായി. പിന്നെ കുറേ മീതി വന്നു കേട്ടോ. ഇനി അടുത്ത സ്റ്റെപ്പും കൂടെ ചെയ്യാനുള്ളത് ഉണ്ടായിരുന്നേ. അതും ചെയ്തതിന് ശേഷമാണ് അന്നത്തെ ദിവസം ഞങ്ങൾ സ്ഥലം കാലിയാക്കിയത്. മടുത്തുപോയി. വീട്ടമ്മമാരാകുമ്പം ഇങ്ങനെയുള്ള പണികൾ ചെയ്യുമ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ചെയ്തു തീർക്കാം എന്നാലോചിച്ച് ചെയ്യരുത്. നേരത്തെ ഐഡിയ ഉണ്ടെങ്കിൽ അതെല്ലാം അടുപ്പിച്ച് ചെയ്ത് വേണം ഇതൊക്കെ ചെയ്യാൻ തുടങ്ങാൻ. 2 ദിവസം റെസ്റ്റ് എടുത്തു കേട്ടോ. ഇതിന് വെള്ളമൊക്കെ ഒഴിച്ചു ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ഞങ്ങൾ മണ്ണ് നിറയ്ക്കാൻ തുടങ്ങിയത്.
കുറേ മണ്ണിടേണ്ട വന്നു. കണ്ടാൽ തോന്നും ഇച്ചിരിയേ ഉള്ളെന്ന്, പക്ഷേ നന്നായിട്ട് മണ്ണ് നിറയ്ക്കണമായിരുന്നു. എന്നിട്ട് അത് നന്നായി ഉറപ്പിക്കണം. മണ്ണ് നിറച്ച് 2 ദിവസം ഇട്ടിരുന്നാലും കുഴപ്പമൊന്നുമില്ല. അതിൽ ഞങ്ങൾ വെള്ളം ഒഴിച്ച് ഇട്ട് അടിയിലോട്ട് മണ്ണ് നല്ലപോലെ തറഞ്ഞു പോകത്തക്ക രീതി ചെയ്തിട്ടാണ് 2 ദിവസം പിടിച്ചു. ഇനി നമുക്ക് മൊത്തം തേച്ചെടുക്കാം. അതിനു മുമ്പ് എനിക്ക് അന്നേരവും ഒരു ഐഡിയ തോന്നി. അങ്ങനെ ഞാൻ കുഴൽ വാങ്ങിച്ചു. ആ കുഴലാണ് PVC പൈപ്പാണ്. അടിയിലോട്ട് ഞാൻ കുറേ കുത്തി ഇറക്കിയതിന് ശേഷം അത് ഉറപ്പിക്കുവാണ് ഈ ചെയ്യുന്നത്. ഈ PVCയുടെ മുകളിലും നമുക്ക് ചെറിയ ചെടിച്ചട്ടികൾ വയ്ക്കാം. അതിനായിട്ടാണ് ഞാനിപ്പോൾ ഈ PVC ഇവിടെ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള പൊക്കത്തിൽ കിട്ടത്തക്ക രീതിയിൽ മണ്ണിൻ്റെ അടിയിലോട്ടുള്ള ഇറക്കവും ആഴവും നോക്കി വേണം നമുക്ക് PVCയുടെ അളവെടുത്ത് മുറിച്ചെടുക്കാൻ. എന്നിട്ട് PVCയുടെ മേളിൽ നമ്മൾ അടിച്ചിറക്കുമ്പോഴത്തേക്കിന് പലക മേളിൽ വെച്ചിട്ട് വേണം അടിച്ചു കൊടുക്കാൻ, താഴോട്ട് ഇറങ്ങത്തക്ക രീതിയിൽ അടിച്ചു കൊടുക്കാനായിട്ട്. അടുത്ത PVCയും വെക്കാനായിട്ട് ഞാൻ കുഴി കുഴിച്ചു. അതിൻ്റെ അകത്ത് സിമെൻ്റ് ഇറക്കിയിട്ടാണ് ഞാൻ ഈ PVC വെക്കുന്നത്. എൻ്റെ ജർബറ കണ്ടോ, ജർബറ ഞാൻ ചട്ടി വെച്ച് നോക്കിയതാണ് എങ്ങനെയുണ്ടെന്ന്. അപ്പം അത് ഓക്കെ ആയി. ഇനി ഈ PVCയും കൂടെ നമ്മൾ അടിച്ചിറക്കുവാണ്. അതുപോലെ അങ്ങേ അറ്റത്തും ഞാൻ PVC വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ചെറിയ PVC വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അതിൽ ഓർക്കിഡ് വല്ലതും തൂക്കിയിടത്തക്ക രീതിയിലാണ് ഞാൻ അവിടെ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മേലെ ഒന്ന് സാമ്പിൾ വെച്ച് നോക്കാം കേട്ടോ. ഇതേ കണ്ടോ, ഇതിൻ്റെ ഈ ചട്ടിയുടെ അടിയിൽ നമുക്ക് പലക വെക്കേണ്ടതാണ്. ഞാനൊന്ന് സാമ്പിൾ വെച്ച് നോക്കിയെന്നേ ഉള്ളൂ. ഈ PVC ഉറയ്ക്കാൻ വേണ്ടി ഞാൻ ഒരു ദിവസം കൂടി തള്ളി നീക്കി. അതിനുശേഷമാണ് പിന്നെ അടുത്ത പണി ഇറങ്ങിയത്. ഇന്ന് രാവിലെ തന്നെ ഇറങ്ങി കേട്ടോ. ഇതാണ് എൻ്റെ കരണ്ടിയുടെ അവസ്ഥ. ഇത്രയും ദിവസം കണ്ട കരണ്ടിയുടെ അവസ്ഥ ഇതാണ് കേട്ടോ. കറങ്ങിക്കൊണ്ടേയിരിക്കും, കറക്കം കസേര പോലെ തന്നെ കേട്ടോ. ഇനി നമുക്ക് അടുത്തത് കാണാവേ. തേപ്പ് പലക. ഇതാണ് എൻ്റെ തേപ്പ് പലക. ഒത്തിരി കാലമായിട്ട് എടുക്കാതിരുന്നിട്ട് തുരുമ്പടിച്ചു പോയി. അത് എന്നാലും ഉപയോഗിക്കണമല്ലോ. മിനുക്കാനുള്ളൊരു സാധനമാണ് ഇന്നത്തേത്. ഇന്ന് തേക്കാനായിട്ട് 3 ഞാൻ എടുത്തത്. 3 ചട്ടി പാറപ്പൊടിയും 1 ചട്ടി സിമെൻറ്റും. അത് മിക്സ് ചെയ്ത് രാവിലെ തേക്കാൻ തുടങ്ങി. തേച്ച് ഇതേണ്ടേ ഇത് ഈ പരുവമായി കേട്ടോ. ഉള്ളിൽ ഞാൻ ഇച്ചിരി വെള്ളം കെട്ടി നിൽക്കത്തക്ക രീതിയിലാണ്, ചട്ടി വെച്ചാൽ വെള്ളം കെട്ടി നിൽക്കത്തക്ക രീതിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അകത്തായതുകൊണ്ട് വെള്ളം നമുക്ക് മഴവെള്ളമാണേലും വീഴുകയില്ല. അപ്പം നമുക്ക് ഇച്ചിരി വെള്ളം നിറച്ച് വെക്കാം. അല്ലെങ്കിൽ നമ്മൾ ആ ചട്ടിക്ക് പറ്റുന്ന പാത്രം നമ്മൾ വേറെ വാങ്ങിച്ച് വെക്കേണ്ടി വരും. അതിന് പകരമായിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത്. സിമെൻറ്റ് പിടിക്കാത്തടത്തെല്ലാം നമ്മൾ ഒന്നുകൂടെ സിമെൻറ്റ് ഇട്ട് നന്നായിട്ട് തേക്കണം കേട്ടോ. എന്നാലേ സിമെൻറ്റ് പിടിക്കത്തുള്ളൂ. നല്ലപോലെ മിനുക്കി തേക്കണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് സിമെൻറ്റ് ഇട്ട് തേക്കേണ്ടത് വരും. മഴയ്ക്കൊരു മൂടൽ പോലെ ഉണ്ട് കേട്ടോ. പണി എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കുമോയെന്ന് അറിയത്തില്ല, നോക്കാം. പറഞ്ഞ പോലെ തന്നെ മഴ എത്തി. പടുതായിട്ട് ഞാനിപ്പം മഴ നനയാതെ മണ്ണ് തെറിക്കാതിരിക്കാൻ വേണ്ടി പടുത കയറ്റിയിട്ടേ. നല്ല കൊടുങ്കാറ്റോടെയുള്ള മഴയായിരുന്നു കേട്ടോ. ഒന്ന് തോർന്നു വന്നു. മഴ തോർന്നതിന് ശേഷം ഞാൻ പെട്ടെന്ന് ചെയ്തെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു കേട്ടോ. ഇതാണേ കണ്ടോ, എങ്ങനെയുണ്ട്? ഇവിടെയും ചട്ടിക്കടിയിൽ പാത്രം വെക്കാത്ത രീതിയിൽ ഞാൻ വെള്ളം നിറയ്ക്കത്തക്ക രീതിയിലാണ് സിമെൻറ്റ് ഇട്ടിരിക്കുന്നത്. വെള്ളം തന്നെ നിറഞ്ഞ് അവിടെ കിടന്നോളൂ, നമുക്ക് പാത്രം വെക്കേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷേ ഈ വശം ഞാൻ പ്ലെയിനായിട്ടാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. ആ സൈഡ് മാത്രമേ ഉള്ളൂ ഞാൻ അങ്ങനെ ഒരു ഐഡിയ അതിൽ ചെയ്ത് നോക്കിയെന്നേ ഉള്ളൂ. ഇനി നമുക്ക് കുറച്ച് സിമെൻറ്റ് കപ്പിലെടുത്ത് നന്നായി കലക്കണം. കട്ട കെട്ടാതെ നന്നായിട്ട് കലക്കിയിട്ട് വേണം ഇങ്ങനെ ഒഴിക്കാൻ. ഇങ്ങനെ ഒഴിച്ചാൽ അത് മിനുങ്ങി കിടക്കാൻ വേണ്ടിയാണേ. അങ്ങനെ നന്നായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് തേക്കണം. ഞാൻ ആ പാത്രം കൊണ്ട് തന്നെയാണ് തേച്ചത്. മറ്റേ കരണ്ടി ഇട്ട് തേച്ചപ്പം അത്രയും ഇതായിട്ട് വന്നില്ല, ശരിയായിട്ട് വന്നില്ലായിരുന്നു. പിന്നെ ഇത് പാത്രം വെച്ച് നന്നായിട്ട് തേച്ച് റെഡിയാക്കുകയായിരുന്നേ.
കരണ്ടി ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ മൊത്തത്തിൽ പടർത്തിയത്. മൊത്തം തേച്ച് എല്ലാ ഭാഗത്തും തേച്ച് ഈ സിമെൻറ്റിൻ്റെ പോളിഷ് ആക്കിയതിന് ശേഷമാണ് പാത്രം കൊണ്ട് തന്നെ തേച്ച് നന്നായിട്ട് മിനുക്കിയത്. കുറച്ച് നേരം സമയം പിടിക്കും കേട്ടോ. ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇതാണ് നമ്മളുടെ ഗാർഡൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? ഇഷ്ടമായോ എല്ലാവർക്കും? ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യണേ, മറക്കരുതേ. ഇനി നമുക്ക് ഇതിൻ്റെ പെയിൻറ്റിങ്ങും ചെടിച്ചട്ടികളുടെ ക്രമീകരണവും അടുത്ത വീഡിയോയിൽ കാണാം. ഇതുപോലെ നിങ്ങളും ചെയ്തു നോക്കുക. കേട്ടല്ലോ?